പുറത്ത് നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്ത് ചോറിന് കൂടെ ഉച്ചയ്ക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും. കഴുകി വൃത്തിയായി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ചേർക്കാൻ ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെക്കുക. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ചെമ്മീനിലേക്ക് ചേർക്കുക. പിന്നീട് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുക. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഈ ചെമ്മീൻ കുട്ടന്മാർക്കൊരു മസാജ് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ കുറച്ചും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി എല്ലാ മസാലയും കൂടി ചെമ്മീനിലേക്ക് പിടിച്ചിരിക്കാനായി കൂട്ടി ഉറപ്പിച്ച് വെക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൈ കൊണ്ടൊരു തിരുമാം. ആഹാ, എന്താ ഭംഗി കാണാൻ. ഇനി നമുക്ക് കുരുമുളക് എടുത്ത് പൊടിച്ച് അതിൽ ചേർക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്കിത് ചേർക്കാം കേട്ടോ. പിന്നീട് നമുക്ക് ജീരകപ്പൊടി ചേർക്കാം. ഇത് ജീരകം പൊടിച്ച് വെച്ചൊരു മസാലയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അതും ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഇനിയും ഇൻഗ്രീഡിയൻസ് ഒത്തിരി ചേർക്കാനുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ച കുരുമുളക് ഇപ്പോഴാണ് ചേർക്കുന്നത്. അത്യാവശ്യം നല്ല എരിവ് കൂടി നിൽക്കുന്ന കുരുമുളക് ആണിത്. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇൻഗ്രീഡിയൻസിലേക്ക് അടുത്തതായി നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം. അതിനുശേഷം നമുക്ക് പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചൊറുക്ക ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് വെക്കാം. ടൊമാറ്റോ സോസും കോൺഫ്ലോറും കൂടി ചേർത്തൊരു പേസ്റ്റാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മസാല കൂട്ടിന് വേണ്ടതിൽ അവസാനത്തെ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ എന്ത് രസമാണ് കാണാനല്ലേ, നല്ല കളർഫുള്ളായിരിക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് അതിലേക്കൊരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 വേപ്പില തണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ച ചെമ്മീൻ കുട്ടന്മാരെ ഓരോന്നായി ഇറക്കാം. ഈ സമയത്ത് നല്ലൊരു സ്മെല്ല് വരും, ആ ഒരു മണം, എന്താ രസം. ആ വേപ്പില വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിയുന്നതും ചെമ്മീൻ മസാലയും കൂടി വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഒരു പറച്ചോറ് തിന്നാനുള്ളൊരു കൊതി വരും. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. തുറന്ന് കഴിയുമ്പോൾ എൻ്റെ സാറേ, ആ പരിസരം മൊത്തം ചെമ്മീൻ റോസ്റ്റാണ് ഉച്ചയ്ക്കെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ചുരുങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി കുറച്ച് കാണുന്നുള്ളൂ. കഷ്ടപ്പെട്ട് വട്ടത്തിലെറിഞ്ഞ സവാള വെച്ച് ഗാർണിഷ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഇടാം. ഇത് പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നതുകൊണ്ട് ആർക്കൊന്നും തോന്നരുത്. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്കായി ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ വിഭവം ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.